നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ്. മുനമ്പം വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം ചേരാൻ പോവുകയാണ് അല്പസമയത്തിനകം. വിശദമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മുനമ്പം പ്രശ്നപരിഹാരത്തിന് സർക്കാർ. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം അല്പസമയത്തിനകം. നിയമസാധ്യതകൾ ചർച്ച ചെയ്യും. ഫറൂഖ് കോളേജിന്റെ അപ്പീൽ പരിഗണിക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ മാറ്റി. ഭരണഘടനാ അധിക്ഷേപ പ്രസംഗത്തിൽ സജി ചെറിയാന് പാർട്ടിയുടെ പിന്തുണ. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടെന്ന് നേതൃത്വം. കേസിനെ നിയമപരമായി നേരിടാൻ നിർദ്ദേശം. ധാർമ്മികതയുടെ പ്രശ്നമില്ലെന്ന് പി രാജീവ്. അമ്മു സജീവ് നിരന്തരം പീഡനം നേരിട്ടതായി കുടുംബം. കൊലപാതകമാണെന്ന് അന്വേഷണത്തിൽ തെളിയുമെന്ന് സഹോദരൻ. കോളേജ് അധികൃതർ യാഥാർത്ഥ്യം മൂടിവെക്കുന്നതായും ആക്ഷേപം. അറസ്റ്റിലായ സഹപാഠികളെ കോടതിയിൽ ഹാജരാക്കി. ബലാത്സംഗ പരാതിയിൽ നിന്ന് പിന്മാറിയ ആലുവയിലെ നടി. സർക്കാർ കൂടെ നിന്നില്ലെന്ന ആരോപണം. സത്യം തെളിയിക്കാൻ പോലീസ് തയ്യാറാകാത്തത് വിഷമിപ്പിച്ചു. ഞാൻ ഈ കേസെല്ലാം പിൻവലിക്കും. ഈ നടന്മാരുടെ എല്ലാ കേസും എന്നിട്ട് ഒറ്റയ്ക്ക് പോക്സോ കേസിനെതിരെ പോകും. അത് ഐ വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ്. മുകേഷ് അടക്കമുള്ള താരങ്ങൾക്കെതിരായ പരാതി പിൻവലിക്കും. ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. നെഞ്ചിടിപ്പിൽ മുന്നണികൾ. വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ പൂർണ്ണം. മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഫലവും നാളെ. സമഗ്ര കവറേജുമായി ന്യൂസ് 18. ഓംചേരി NN പിള്ള അന്തരിച്ചു. അന്ത്യം ഡൽഹിയിൽ. മലയാളത്തിന്റെ സാംസ്കാരിക ചൈതന്യം ദേശീയ തലത്തിൽ പ്രസരിപ്പിച്ച എഴുത്തുകാരൻ. അനുശോചിച്ച് മുഖ്യമന്ത്രി. പെർത്ത് ടെസ്റ്റിൽ വിക്കറ്റ് മഴ. ഓസ്ട്രേലിയയും തകർന്നടിഞ്ഞു. എറിഞ്ഞിട്ട് ബുംറ. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസിന് പുറത്ത്. മുനമ്പം പ്രശ്ന പരിഹാരത്തിന് മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച നിർണായക യോഗം അല്പസമയത്തിനകം. പ്രദേശവാസികൾക്ക് ഭൂമിക്ക് മേലുള്ള അവകാശം എങ്ങനെ പുനഃസ്ഥാപിക്കാമെന്നാണ് സർക്കാർ പരിശോധിക്കുന്നത്. മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ റവന്യൂ മന്ത്രി, വഖഫ് മന്ത്രി തുടങ്ങിയവർ പങ്കെടുക്കും. അതേസമയം പ്രശ്ന പരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പത്തുകാർ. ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ആജ്ഞ രവീന്ദ്രൻ മുനമ്പത്ത് നിന്നും ചേരും. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, 650 കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അവർ ഏറെ നാളായി സമരമുഖത്താണ്. അവർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് സർക്കാരിന്റെ ഇടപെടൽ. യോഗത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഒരു തീരുമാനം ഇന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമോ? മുനമ്പം നിവാസികളെ ഈ വഖഫായി കരുതിയിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരു കാരണവശാലും കുടിയിറക്കില്ല എന്ന കാര്യം സർക്കാർ ഈ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ വഖഫ് ബോർഡ് ചെയർമാനെ അടക്കം അറിയിക്കും എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. സർക്കാർ നിലപാട് എപ്പോഴും മുനമ്പം നിവാസികൾക്കൊപ്പമാണ്, പ്രദേശവാസികൾക്കൊപ്പമാണ് എന്ന കാര്യം അവർ നേരത്തെ തന്നെ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇന്ന് പ്രധാനമായി സർക്കാരിന് മുമ്പിൽ പരിഗണനാ വിഷയമായി വന്നിരിക്കുന്നത് ഈ പ്രശ്നം ഒരു സമവായത്തിലൂടെ പരിഹരിക്കുക എന്നൊരു നീക്കം തന്നെയാണ്. അതിന്റെ ഭാഗമായി അവിടെ ഡിജിറ്റൽ സർവേ, വഖഫായി കരുതിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഡിജിറ്റൽ സർവേ നടത്തുക, ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഡിജിറ്റൽ സർവേ നടത്തുക എന്നൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഈ വഖഫായി കരുതി ഭൂമിയെ വഖഫായി കരുതിയ വഖഫ് ബോർഡിന്റെ തീരുമാനത്തിനെതിരായ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന കാര്യം സർക്കാർ വിശദമായി ചർച്ച ചെയ്യും. അതോടൊപ്പം ഫറൂഖ് കോളേജ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയിട്ടുള്ള കേസിൽ കക്ഷി ചേരുന്ന കാര്യം കൂടി സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അതിനു പുറമെയാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടി ചർച്ച കിടക്കുന്നത്. എന്തായാലും നിയമപരമായ വഴികളിലൂടെ
മുനമ്പം നിവാസികൾക്ക് അവർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആശങ്കകൾക്ക് പരിഹാരം കാണുക എന്നൊരു പോംവഴിയിലേക്കാണ് സർക്കാർ എത്തുന്നത്. സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതൊക്കെ ആ വഴിക്ക് തന്നെയാണെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ച വിശദമായ തീരുമാനങ്ങളും ചർച്ചകളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, തുടരുക. ഡാൻ, ആജ്ഞ രവീന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മുനമ്പത്താണ് ആജ്ഞയുള്ളത്. ആജ്ഞ, എല്ലാവരും ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ യോഗം എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട്. ഇന്നത്തെ യോഗത്തിൽ തന്നെ ഒരു അടിയന്തര ഇടപെടൽ, ഒരു പരിഹാര നിർദ്ദേശം പ്രതീക്ഷിക്കുന്നുണ്ടോ സമരരംഗത്തുള്ളവർ? അവരുടെ പ്രതികരണം എന്താണ്? എത്രമാത്രം പ്രതീക്ഷയാണ് അവർക്ക് ഈ യോഗത്തിലുള്ളത്? രേണുക, 41 ദിവസമായ ശേഷമാണ് ഇതിൽ ഉന്നത തലയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വന്നത്. തന്നെ തെരഞ്ഞെടുപ്പുമായുള്ള ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മതി എന്നുള്ള സർക്കാർ തീരുമാനമാകാം. എന്തായാലും ഇന്നാണ് 41ാം ദിവസമാണ് ഇതിൽ സർക്കാർ തലത്തിലൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരത്തെ മുതൽ തന്നെ ഈ ഒരു സമരം തുടങ്ങിയപ്പോൾ തന്നെ, അതായത് ഒരു 20-22 ദിവസമായപ്പോൾ തന്നെ ഇവര് വലിയ വിമർശനമാണ് സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഒക്കെ ഉന്നയിച്ചിരുന്നത്. കാരണം ഇത്ര വലിയ ഒരു പ്രശ്നമാണ്. തങ്ങൾ നിൽക്കുന്ന ഭൂമിയെ ഒലിച്ചു പോകുന്ന, അല്ലെങ്കിൽ കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജനതയ്ക്കൊപ്പം നിൽക്കാതെ എന്തിനാണ് ഈ സർക്കാരും പ്രതിപക്ഷവും ഒക്കെ തങ്ങളുടെ, അതായത് ഇതിനെ രാഷ്ട്രീയപരമായി മാത്രം കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ വോട്ട് ബാങ്കുകൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവരിപ്പോൾ 41ാം ദിവസം റിലേ നിരാഹാര സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഉന്നതതല യോഗം 4 മണിക്ക് തുടങ്ങുമ്പോൾ അതിൽ എന്ത് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് രേണുക സൂചിപ്പിച്ചതുപോലെ അതിനുശേഷം ആയിരിക്കും ഒരു പക്ഷേ തുടർ സമരങ്ങളോ അതല്ലെങ്കിൽ സമവായ നീക്കത്തിലേക്കാണോ അതല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായ നടപടികളും നിലപാടുകളുമാണോ സർക്കാർ കൈക്കൊള്ളുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഉപസമിതിയുടെ കാര്യത്തിലും തീരുമാനമുണ്ടായേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ഇവർ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിനുശേഷമായിരിക്കാം തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ. കഴിഞ്ഞ 41 ദിവസം കൊണ്ട്, അതായത് ഇത്രയും ദിവസത്തിനകം സർക്കാരും പ്രതിപക്ഷവും എന്ത് തരത്തിൽ ഉള്ള നടപടികളാണ്, എന്ത് തരത്തിലുള്ള സപ്പോർട്ടാണ് അവിടെ ഇവിടെ നിന്നിട്ട് നമുക്ക് തന്നെ അറിയാം. നമ്മൾ നിരന്തരം സമരപന്തൽ സന്ദർശിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും ഇവിടെ എത്താറുമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും സഭകളുടെ പ്രതിനിധികളും ആയിരുന്നു ഏറെയും ഇങ്ങോട്ട് എത്തിയിരുന്നത്. അതിനുശേഷമാണ് ചില ഹൈന്ദവ സംഘടനകൾ എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു 35-36 ദിവസമൊക്കെയാണ് CPIയുടെ പോലും പ്രതിനിധികൾ സമരപന്തലിലേക്ക് എത്തുന്നത്. വളരെ അടുത്ത മണ്ഡലത്തിൽ നിന്നും സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയില്ല എന്നുള്ള വിമർശനവും നിരന്തരമായി. അങ്ങനെ രാഷ്ട്രീയമായി കൂടി പലതരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പിലെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ തന്നെ ഒരു പ്രധാന വിഷയമായി മുനമ്പം മാറുന്നുമുണ്ടായിരുന്നു. എന്തായാലും വളരെയധികം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ശാശ്വത പരിഹാരം എന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അവർ തുടരുന്നു. എന്തായാലും മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുന്നതുൾപ്പെടെയുള്ള പരിഗണനകൾ സർക്കാരിന്റെ മുന്നിലുണ്ട്. ഉന്നതതല യോഗം തീരുമ്പോഴേക്ക് എന്താണ് സർക്കാരിന്റെ നീക്കം എന്നത് മനസ്സിലാകും. അപ്പോഴേക്ക് നമുക്ക് ഈ വാർത്തയിലേക്ക് എത്താം. മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. മുനമ്പം വഖഫ് ഭൂമി കേസ് പരിഗണിക്കുന്നത് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ അടുത്ത മാസം 6 മാറ്റിവെച്ചു. മുനമ്പം കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അപ്പീലാണ് കോടതി പരിഗണിച്ചത്. വഖഫ് സംരക്ഷണ സമിതി കേസിൽ കക്ഷി ചേരാൻ കോടതിയിൽ അപേക്ഷ നൽകി. മുനമ്പത്തെ വിവാദ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയെന്ന് കണ്ടെത്തി 2019 വഖഫ് ഭൂമിയാണെന്ന് വ്യക്തമാക്കി വഖഫ് രജിസ്റ്ററിൽ ചേർത്തിരുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ 2 തീരുമാനങ്ങളും ചോദ്യം ചെയ്താണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ മാധ്യമങ്ങൾക്ക് വിലക്ക്. മുനമ്പം കേസിലെ കോടതി നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന് ജഡ്ജി രാജൻ തട്ടിൽ നിർദ്ദേശിച്ചു. മുനമ്പം കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അപ്പീൽ ഇന്ന് പരിഗണിക്കാനിരിക്കെയായിരുന്നു മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ട് ട്രൈബ്യൂണൽ നിലപാടെടുത്തത്. മാറാതെ ദുരൂഹത.
അമ്മു സജീവന്റെ ആത്മഹത്യാ കേസിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്യണമെന്ന് പോലീസ് കോടതിയിൽ. ജാമ്യം നൽകിയാൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഇടപെട്ടേക്കും. കേസിന് ഗൌരവ സ്വഭാവമെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നുവെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെ കുടുംബം ആരോപിക്കുന്നു. അവർ അതിൽ ഉറച്ചു നിൽക്കുന്നു. അത്രമാത്രം വലിയ ആരോപണങ്ങൾ, പ്രതിഷേധമൊക്കെ നേരിടുന്ന കേസാണ്. പോലീസ് എന്താണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? കസ്റ്റഡി ആവശ്യം അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? രേണുക, ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് പ്രതികളായ 3 പെൺകുട്ടികളെ, സഹപാഠികളായ 3 പെൺകുട്ടികൾ, അതായത് അലീന, അഷിത, അഞ്ജന എന്നിവരെ കോടതിയിൽ പോലീസ് ഹാജരാക്കിയത്. കോടതിയിൽ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കോടതി 2 തവണ കേസ് പരിഗണിച്ചു. ആ കേസ് പരിഗണിക്കുന്ന വേളയിൽ പ്രതിഭാഗം പറഞ്ഞത് ഇനിയും കസ്റ്റഡിയിൽ അനുവദിക്കരുത്. അപ്പം തന്നെ സാധാരണഗതിയിൽ ഇടക്കാല ജാമ്യം ലഭിക്കണം എന്നുള്ള കാര്യം കൂടി പ്രതിഭാഗം ബാധിച്ചു. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ല, കസ്റ്റഡിയിൽ കിട്ടണമെന്നുള്ള കാര്യമാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത്. കാരണം തെളിവുകൾ, ജാമ്യം അനുവദിച്ചാൽ പ്രതികൾ തെളിവുകൾ നശിപ്പിക്കും, ലോഗ് ബുക്ക് കണ്ടെത്താനുണ്ട്. മറ്റ് സ്വാധീനമുള്ള രീതിയിൽ പ്രതികൾ ഒരുപക്ഷെ ഈ കേസിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതുകൊണ്ട് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ CI വിസ്തരിച്ചപ്പോൾ കോടതിയോട് ബോധിപ്പിച്ചത്. എന്തായാലും 2 തവണ പരിഗണിച്ച കേസ് വീണ്ടും അരമണിക്കൂറിന് ശേഷം പരിഗണിക്കാൻ വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. ജാമ്യം അനുവദിക്കുന്ന നിലപാടിലാണ് ഈ പ്രതികളുടെ അഭിഭാഷകൻ ബാധിച്ചുള്ള. കാരണം 22 വയസ്സ് മാത്രമാണ് പെൺകുട്ടികൾക്ക് പ്രായമുള്ളത്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം. ഒപ്പം കസ്റ്റഡിയിൽ ഇനിയും വിടരുത് എന്നുകൂടി പ്രതിഭാഗം അഭിഭാഷകൻ ബാധിച്ചു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 2 തവണ പരിഗണിച്ച കേസ് വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകാൻ സാധ്യതയുണ്ട്. എന്തായാലും റിമോട്ട് റിപ്പോർട്ടിൽ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ ഇത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തണം. അതൊക്കെ തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജാമ്യം അനുവദിച്ചാൽ പ്രതികൾ അത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന കാര്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ CI കോടതിയെ ബോധിപ്പിച്ചത്. എന്തായാലും കേസ് അരമണിക്കൂറിനകം വീണ്ടും പരിഗണിക്കും. എന്തായാലും വിവാദമായ ഒരു കേസായി മാറിയിരിക്കുന്നു. ആത്മഹത്യയാണെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിലും കുടുംബത്തിന്റെ ആരോപണം കൊലപാതകം നിലയ്ക്കാണ്. ആ തരത്തിൽ കേസ് വളരെ ഗൗരവമുള്ള തരത്തിലാണ് പോലീസ് കോടതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന് നിരന്തര പീഡനം നേരിട്ടിരുന്നുവെന്ന് കുടുംബം ന്യൂസ് 18നോട്. കൊലപാതകമാണെന്ന് അന്വേഷണത്തിൽ തെളിയുമെന്നും കോളേജ് അധികൃതർ യാഥാർത്ഥ്യം മൂടിവെക്കുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു. 4 വർഷത്തെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തേണ്ടതാണ് അമ്മു. എന്നാൽ സഹപാഠികളുടെ ക്രൂരതയിൽ അവൾ ഇല്ലാതായതോടെ കണ്ണീർ കയത്തിലാണ് സജീവന്റെ കുടുംബം. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന, ഈ 3 സഹപാഠികളുടെ അറസ്റ്റ് മകളുടെ മരണത്തിന് ചുരുളഴിക്കുമെന്ന് ഉറപ്പിക്കുന്നു ഇവർ. ഒക്ടോബറിൽ തുടങ്ങിയതാണ് അമ്മുവിനോടുള്ള ക്രൂരതയെന്ന അച്ഛൻ. നിരന്തരം ഈ 3 സംഘത്തെപ്പറ്റി മകൾ പരാതിപ്പെട്ടിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ നിർബന്ധിച്ചപ്പോൾ എതിർത്തതാണ് തുടക്കം. പിന്നീട് ടൂർ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പക മർദ്ദനത്തിലേക്കെത്തി. ഈ പോയത് അമ്മു പറഞ്ഞതിനെ തുടർന്നുണ്ടായ ഒരു ഈ സെക്കൻഡ് ഷോയ്ക്ക് പോയ കാര്യം ക്ലാസ് ടീച്ചറിനെ അമ്മു അറിയിച്ചതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണ്. പിന്നെ അതാണ് തുടക്കം. പിന്നെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഇവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ഈ അഞ്ജന എന്ന് പറയുന്ന കുട്ടി അവിടുത്തെ ഹോസ്റ്റലിലെ പഴയ ലീഡറാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവളുടെ റൂം തല്ലി തുറന്ന് കയറി ഇവളെ പിടിച്ചൊലയ്ക്കുക, എന്തൊക്കെയോ ചെയ്തു ഇവളെ. അന്ന് ക്ലാസ് ടീച്ചർ ഇടപെട്ട് താക്കീത് നൽകിയെങ്കിലും വേട്ടയാടൽ തുടർന്നു. എല്ലാ കാര്യങ്ങളും വീട്ടുകാരെ അറിയിച്ചിരുന്നു അമ്മു. ഇതാണ്ട് അമ്മു അവർ വിളിക്കുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവളെ പേടിച്ചാണ് ചെന്നത് വാഷ്റൂമിൻ്റെ അവിടെ ഇട്ട് അവരുടെ ഉപദ്രവിച്ചു. അവൾ ഓടി. അന്നേരം ഈ ആശയാണ് കയറി പിടിച്ചത് ഈ മറ്റുള്ള അടിക്കാനായിട്ട്. അന്നേരം ഓടി ചെന്ന് ക്ലാസ് ടീച്ചറുടെ റൂമിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് വീണ്ടും മുളപിടിയിലെന്നും പറഞ്ഞിട്ട് ഇവളങ്ങ് വളരെ പാനിക്കായിരുന്നു. കാരണം ഒരു 10-21 വയസ്സുള്ളൊരു കുട്ടിയല്ലേ. അന്നേരം ഇത് 3 പേരും കൂടി ഇങ്ങനെ നിരന്തരം അവളെ വേട്ടയാടുന്നുള്ളൊരു പദം വേണമെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അന്നേരത്തേക്ക് ഇവരെ ചെന്ന് വാൺ ചെയ്ത്
ആ ഇഷ്യൂ അങ്ങനെ നിൽക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ ചുമത്തിയാണ് അറസ്റ്റെങ്കിലും കൊലപാതകമാണ് സംഭവിച്ചതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അമ്മുവിന്റെ സഹോദരൻ അഖില്. ആത്മഹത്യാപ്രേരണ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇപ്പം FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഇതിനകത്ത് വന്നിരിക്കുന്നതാണ് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ അബ്ലിമെന്റ് ഓഫ് സൂസൈഡ്. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള തുടർന്ന് അന്വേഷണങ്ങളിൽ ഇത് ഉറപ്പെടും തെളിയും അതൊരു കൊലപാതകമായിരുന്നു എന്ന്. കാരണം ആദ്യം വന്ന സമയത്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ ബാക്കിയെല്ലാം വെച്ചിട്ട് അബ്ലിമെന്റ് ഓഫ് സൂസൈഡിൽ വരും. അത് കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്ത് അതൊരു മോട്ടറിലോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ക്വിറ്റ് എന്ന ഡയറിയിൽ കുറിച്ചത് സഹോദരിയല്ല എന്ന് തെളിയിക്കാൻ കൈയക്ഷരം തെളിവായി നൽകുന്നു അഖിൽ. ഫോൺ ലോക്ക് ചെയ്യാതെ കിട്ടിയതിലും സംശയം ഉന്നയിക്കുന്നുണ്ട് കുടുംബം. ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അതിനകത്ത് എഴുതി വെച്ചിരുന്നു. പക്ഷേ അമ്മൂൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പലിന്റെയും ഹോസ്റ്റൽ വാർഡന്റെയും കള്ളത്തരങ്ങൾ സത്യാവസ്ഥ മൂടിവെക്കാനാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം ഒന്നത്തെ കാര്യം പ്രിൻസിപ്പൽ സാർ വന്നിട്ട് ഇവിടെ ആദ്യത്തെ അമ്മുവിനെ കൊണ്ടുവന്ന ദിവസം അമ്മു ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കള്ളത്തരമാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള വാർഡൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്നിട്ട് ശ്രീകാര്യത്തെ കാര്യവും അതുപോലെ എല്ലാ കാര്യങ്ങളും കള്ളത്തരം തന്നെയാണ്. എന്തോന്ന് മൂടി വയ്ക്കാൻ മറച്ചു വയ്ക്കാമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണ് സജീവനും കുടുംബവും. മകൾ നേരിട്ട നിരന്തര പീഡനത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത കോളേജ് അധികൃതരെ വിശ്വാസത്തിൽ എടുക്കുന്നുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. പാർട്ടി മന്ത്രിക്കൊപ്പം. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനം. മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ ധാർമ്മികതയുടെ പ്രശ്നമില്ലെന്ന് യോഗം വിലയിരുത്തി. ഹൈക്കോടതി വിധിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള ധാരണയുമുണ്ടായി. വയനാടിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ഡിസംബർ 5 കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ LDF യോഗവും തീരുമാനിച്ചു. തനിക്ക് സ്വാഭാവിക നീതി നിഷേധിച്ചുവെന്ന സജി ചെറിയാന്റെ നിലപാടിനെ പിന്തുണച്ചാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല. തുടരന്വേഷണത്തിന് ഉത്തരവിടും മുൻപ് ഇരുഭാഗത്തെയും കേൾക്കണമെന്ന സുപ്രീം കോടതി വിധിയുടെ ലംഘനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ടായി. ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ യോഗത്തിൽ തീരുമാനമായി. മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ ധാർമ്മികതയുടെ പ്രശ്നമില്ല. കോടതി തന്നെ ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുനരന്വേഷണം വേണ്ട, CBI അന്വേഷണം വേണ്ട. അത് രണ്ടും കോടതി തള്ളി. തുടരന്വേഷണമാകാം. തുടരന്വേഷണം ആകുമ്പോൾ മന്ത്രി ആയതുകൊണ്ടാണ് ഇന്നാൾ വേണം. മന്ത്രി ആയതുകൊണ്ട് സ്ഥാനത്തിരുന്ന് തന്നെ അന്വേഷണം നടത്താനാണല്ലോ കോടതിയുടെ വ്യാഖ്യാനം. അപ്പോൾ അത് ആ ഭാഗം വ്യക്തമാണ്. CBI അന്വേഷണം എന്ന ആവശ്യം കോടതി തള്ളിയത് വഴി നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്ന് രേഖപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് P. രാജീവ് പറഞ്ഞു. എന്നാൽ ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതിന് മുൻപ് എങ്ങനെയാണ് അന്വേഷണ സംഘം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം കോടതി ചോദ്യമുന്നയിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. വയനാടിനോടുള്ള അവഗണന ആരോപിച്ച് കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ സെക്രട്ടേറിയറ്റ് പിന്നാലെ ചേർന്ന ഇടതുമുന്നണി യോഗവും തീരുമാനിച്ചു. ഡിസംബർ 5 രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. LDF യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അതുകൂടി നമ്മൾ പരിഗണിക്കും. എന്തായാലും ഞാൻ വിചാരിച്ചു വേറെ ആര് കോടതി അല്ല, കോടതിയുടെ അഭിപ്രായം പറയുമല്ലോ. വയനാടിൽ UDF ഹർത്താൽ ആചരിച്ചു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഹർത്താൽ ആചരിച്ചു. 2 ഹർത്താലും ഒരു ദിവസമാണ്. ഇതിൽ UDF LDF വ്യത്യാസമില്ല. ജനങ്ങളുടെ ഒരു മൊത്തം പ്രതിഷേധമാണ് ഈ പ്രശ്നങ്ങൾ ഉയർന്നു. വയനാടിന്റെ ഒരു പൊതുവികാരമാണത്. ആ വയനാടിന്റെ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർത്താൽ എന്നുള്ളൊരു സമരരീതി അവർ സ്വീകരിക്കാൻ നിർബന്ധിതമായത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് കേന്ദ്രത്തിന്റെ ഈ നിഷേധ നിലപാട് തന്നെയാണ്. ഇത് വയനാടിന്റെ മാത്രം പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നമായിട്ടാണ് ഈ വയനാട് ദുരന്തത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും സമീപിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മ വേണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ഈ നിലപാടിന്റെ ഭാഗമാണ് ഇപ്പൊ നേരത്തെ തന്നെ കേരളത്തിന് അർഹമായിട്ടുള്ള പദ്ധതി വിഹിതം ലഭിക്കുന്നില്ല, നികുതി വിഹിതം ലഭിക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ സംസ്ഥാനം നിയമസഭ തന്നെ ഒരു പ്രമേയം പാസാക്കി. വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് തിരുത്തലിന് വിധേയമാകുന്നില്ല എന്ന് വന്ന സമയത്ത് കേന്ദ്രത്തിനെതിരായ ഒരു സമര പരിപാടി ആവിഷ്കരിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും MP-മാരും കേരളത്തിലെ MP-മാരും ഒന്നിച്ച് പങ്കെടുക്കാവുന്ന ഒരു സമരം ഡൽഹിയിൽ ആസൂത്രണം ചെയ്തു.
ആ സമരത്തിൽ സഹകരിക്കണമെന്ന് നേരിട്ട് അവരോട് ഈ UDF-ന്റെ നേതാക്കന്മാരോട്, കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരോട് മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചു. അവർ സഹകരിക്കാൻ തയ്യാറായില്ല. നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് തയ്യാറല്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോജിച്ച സമരത്തിന് വേണ്ടിയുള്ള ശ്രമം നടന്നു. കഴിഞ്ഞ പാർലമെന്റിൽ ഇവിടെ കേരളത്തിൽ നിന്ന് 18 MP-മാർ UDF-നെ പ്രതിനിധീകരിക്കുന്നവരായിട്ടുണ്ടായിട്ടുണ്ട്. അവരുകൂടി സഹകരിച്ചുകൊണ്ട് ഒന്നിച്ച് നിവേദനം സമർപ്പിക്കാൻ, കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒന്നിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചപ്പോഴും പ്രതിപക്ഷം സഹകരിച്ചിട്ടില്ല. കേരളത്തിലെ UDF സഹകരിക്കാത്ത സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ MP-മാരെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. കേരളത്തിന് അർഹമായ നമുക്ക് അർഹതപ്പെട്ട സഹായങ്ങൾ ലഭിക്കണം എന്നുള്ളതാണ്. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അത് ഫെഡറൽ രീതി വെച്ച് നോക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ചുമതലയാണ്. ഈ കാര്യങ്ങളിൽ കേരളത്തിലെ MP-മാർ ഒന്നിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് അങ്ങേയറ്റം സ്വാഗതാർഹമായ നടപടിയാണ്. അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തെ കൂടി സഹകരിച്ച് ആരെല്ലാം സഹകരിക്കാൻ തയ്യാറാകുമോ അവരെ എല്ലാം സഹകരിപ്പിച്ച് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തണം എന്നത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു LDF കൺവീനർ. അതിൽ യോജിച്ച പോരാട്ടത്തിന് കേരളം തയ്യാറാകണം. സാധ്യമായ എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം എന്ന കാര്യമാണ് LDF കൺവീനർ സൂചിപ്പിച്ചത്. വയനാട്ടിലൊന്നും പറയാതെ കേന്ദ്രം. വയനാട് ദുരന്തത്തിൽ കേരളത്തിനുള്ള സഹായം സംബന്ധിച്ച് ഒളിച്ചുകളി തുടർന്ന് കേന്ദ്രം. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേരളത്തിന് എന്ന് നൽകുമെന്നോ കേന്ദ്രം വ്യക്തത വരുത്തിയില്ല. നവംബർ 13 മാത്രമാണ് കേരളം പണം ആവശ്യപ്പെട്ടതെന്ന് കേന്ദ്രം ആരോപിക്കുന്നു. ഇതിനിടെ ധനസഹായം വൈകുന്നതിൽ വയനാട്ടിൽ ഹർത്താൽ നടത്തിയതിനെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഇതുവരെ കോടതിയിൽ പറഞ്ഞതിനപ്പുറം കേരളത്തിനുള്ള ധനസഹായം സംബന്ധിച്ച് സത്യവാങ്മൂലത്തിൽ വ്യക്തതയില്ല. കേരളത്തിന്റെ ആവശ്യങ്ങൾ വിശദമായി വിവരിക്കുന്ന സത്യവാങ്മൂലം ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ പരിഗണനയിൽ മാത്രമെന്നാണ് വ്യക്തമാക്കിയത്. നവംബർ 13 മാത്രമാണ് കേരളം പണം ആവശ്യപ്പെട്ടത്. 16 ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഉന്നതാധികാര സമിതി യോഗം 153 കോടി അനുവദിച്ചെന്ന് കേന്ദ്രം അവകാശപ്പെടുന്നു. ദുരന്ത മേഖലയിൽ സേവനം നടത്തിയ കേന്ദ്ര സേനകൾക്ക് പണം നൽകാൻ അധിക സഹായം വേണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണനയിലാണ്. 2219 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യത്തിൽ ചട്ടപ്രകാരമുള്ള നടപടികൾ തുടരുകയെന്ന് മാത്രമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കേരളം പണം ആവശ്യപ്പെടാൻ വൈകിയെന്ന BJP നേതാക്കളുടെ നിലപാട് തന്നെയാണ് സത്യവാങ്മൂലത്തിലുമുള്ളത്. കേന്ദ്രം അനുവദിച്ചെന്ന് പറയുന്ന 153 കോടി പതിവ് സഹായം മാത്രമാണെന്നാണ് കേരളത്തിന്റെ വാദം. ഫലത്തിൽ വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അധിക സഹായം എത്രയെന്നോ എന്നു നൽകുമെന്നോ കേന്ദ്രം കോടതിയിൽ വ്യക്തത വരുത്തിയിട്ടില്ല. വയനാടിന് സഹായം വൈകുന്നുവെന്ന വിവാദത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് പരിഗണിക്കുന്നത്. ഇതിനിടെ വയനാട്ടിൽ ഹർത്താൽ നടത്തിയ നടപടിക്കെതിരെ കോടതി രൂക്ഷ വിമർശനം നടത്തി. LDF UDF നേതൃത്വങ്ങളുടേത് നിരുത്തരവാദപരമായ നടപടിയാണ്. ദുരന്ത മേഖലയിൽ ഹർത്താൽ നടത്തിയ തീരുമാനം നിരാശപ്പെടുത്തുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ന്യൂസ് 18 കൊച്ചി. നാളെ വിധി അറിയാം. ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെ. ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. പാലക്കാടിനൊപ്പം ചേലക്കരയും പോരുമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. സിറ്റിംഗ് സീറ്റിനൊപ്പം പാലക്കാട് അട്ടിമറി മോഹം LDF-ലും സജീവം. പാലക്കാട് വിജയം പ്രവചിച്ച് സോഷ്യൽ മീഡിയകളിൽ BJP ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ചേലക്കരയിൽ ബൂത്ത് തല കണക്കുകൾ കൂട്ടി സിറ്റിംഗ് സീറ്റിൽ വിജയം ഉറപ്പിക്കുകയാണ് ഇടതുമുന്നണി. അട്ടിമറി വിജയം നേടുമെന്ന പ്രതീക്ഷ UDF-നുണ്ട്. ചേലക്കര കൈവിട്ടാൽ സർക്കാരും CPM-ഉം പ്രതിരോധത്തിലാകും.
മഹാരാഷ്ട്ര ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും നാളെ. രാജ്യം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും നാളെയാണ്. മഹായുതിയുടെ ഭരണ തുടർച്ചയോ മഹാവികാസ് അഘാഡിയുടെ അട്ടിമറി ജയമോ എന്ന് നാളെ അറിയാം. എക്സിറ്റ് പോളുകളുടെ ആത്മവിശ്വാസത്തിൽ ബിജെപിയും എക്സാറ്റ് പോളിൽ വിജയം ഉറപ്പെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും. മുകേഷ് അടക്കം 7 പേർക്കെതിരെ ആലുവ സ്വദേശിയായ നടി നൽകിയ ലൈംഗിക പീഡന പരാതി പിൻവലിക്കുമ്പോൾ ഇത്തരം പരാതികളുടെ വിശ്വാസ്യത കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രശസ്തിയും പണവും ലക്ഷ്യമിട്ടാണ് പലരും പ്രമുഖർക്ക് എതിരെ പരാതികൾ ഉന്നയിക്കുന്നതെന്ന ആരോപണങ്ങൾക്ക് ഇത് ശക്തി പകരുന്നു. പ്രശസ്ത എഴുത്തുകാരൻ ഓംചേരി എൻ പിള്ള അന്തരിച്ചു. 100 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആകാശവാണി ഉദ്യോഗസ്ഥനായാണ് 1951 ഡൽഹിയിലെത്തിയത്. പിന്നീട് ഡൽഹി മലയാളികൾക്കിടയിൽ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു. 1924 വൈക്കം ഓംചേരി വീട്ടിൽ നാരായണപിള്ളയുടെയും പാപ്പിക്കുട്ടി അമ്മയുടെയും മകനായിട്ടാണ് ജനനം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ അധ്യാപകനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവ് AKജിയുടെ പ്രേരണയിലാണ് ആദ്യ നാടകം രചിച്ചത്. ദേശീയതലത്തിൽ മലയാളത്തിന്റെ സാംസ്കാരിക ചൈതന്യം പ്രസരിപ്പിച്ചിരുന്ന വ്യക്തിത്വമെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ശരണപാതയിലൂടെ ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമല തീർത്ഥാടനം ഒരാഴ്ച പിന്നിടുമ്പോൾ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ഉച്ചവരെ മാത്രം 45,000-ലധികം തീർത്ഥാടകർ മല ചവിട്ടി ദർശനത്തിനെത്തി. മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്കിനാണ് ഇന്നലെ ശബരിമല സാക്ഷ്യം വഹിച്ചത്. വാരാന്ത്യമായതിനാൽ ഇന്നലത്തേക്കാൾ കൂടുതൽ ഭക്തർ സന്നിധാനത്ത് ഇന്നെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. പെർത്ത് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്കും ബാറ്റിംഗ് തകർച്ചയാണ്. ഇന്ത്യയെ 150 റൺസിന് പുറത്താക്കിയ ശേഷം ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 7 വിക്കറ്റിന് 67 റൺസ് എന്ന നിലയിലാണ്. 4 വിക്കറ്റ് വീഴ്ത്തിയ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ് ഓസീസിനെ തകർത്തത്. മുഹമ്മദ് സിറാജ് 2 വിക്കറ്റ് വീഴ്ത്തി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് വേണ്ടി 41 റൺസ് എടുത്ത നിതീഷ് റെഡ്ഡിയാണ് ടോപ്പ് സ്കോററായത്. ഋഷഭ് പന്ത് 37 റൺസ് എടുത്തു. ഓസീസിന് വേണ്ടി ജോഷ് ഹെയ്സൽവുഡ് 4 വിക്കറ്റ് വീഴ്ത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി കാണാം. മനു ഭരത് ചേരും.